ഹായ് എവ്രിവൺ, ഇന്ന് നമ്മൾ നോക്കുന്നത് സൃഷ്ടി സങ്കല്പിലെ ആദിം ഭൈ എന്ന ഭാഗമാണ്. അതിന്റെ സമ്മറിയാണ്. രാധ कनु से पूछती है कि अगर यह सृष्टि उसका ही शरीर है कनु के आस्वादन के लिए, अगर उत्तुंग हिमशिखर उसके ही कंधे है जिन पर कनु का तेजस्वी माथा टिकता है, अगर हिलोरे लेता हुआ सागर राधा के ही जिस्म के उतार चढ़ाव है, उमड़ती मेघ घटाएं उसकी अलकें है, पश्चिम की ओर झरते झरने उसकी जंगाएं है, रात उसकी प्रगाढ़ता, दिन उसकी हंसी, फूल उसका स्पर्श और हरियाली उसका आलिंगन है, तो कनु यह तो बताना कि कभी कभी उसे भय क्यों लगता है. അപ്പോൾ വലിയൊരു സെന്റൻസ് ആണ്. അപ്പൊ ഇതിൽ പറയുന്നത് രാധാകൃഷ്ണനോട് ചോദിക്കുകയാണ്, അഗർ ആണെങ്കിൽ എന്നാണ്, ഈ സൃഷ്ടി ഉസ്കാ ഹി ശരീർ ഹെ, ഈ ലോകം മുഴുവൻ രാധയുടെ തന്നെ ശരീരമാണെങ്കിൽ എന്തിനു വേണ്ടിയിട്ട്? കനു കെ ആസ്വാദൻ കെ ലിയെ, കനുവിനെ ആസ്വദിക്കാനായിട്ട്. അഗർ ഉത്തുംഗ് ഹിംശിഖർ ഉസ്കെ ഹി കന്ദേ ഹെ, ഈ ഉയർന്നു നിൽക്കുന്ന ഹിമശിഖരങ്ങള് രാധയുടെ തന്നെ കന്ധേ എന്ന് വെച്ചാൽ എന്താണ്? ഷോൾഡേഴ്സ് ആണ്. ജിൻപർ കനു ക തേജസ്വി മാഥ ടിക്ത ഹെ, എവിടെയാണോ കനുവിന്റെ തേജസ്വി ആയിട്ടുള്ള മാഥ, ആ നെറ്റി വെക്കുന്നത്. അഗർ ഹിലോരെ ലേത്താ ഹുവ സാഗർ രാധാ കെ ഹി ജിസ്മ കെ ഉത്താർ ചടാവ് ഹെ, ഇങ്ങനെ വേവ്സ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഗരം, ഈ ഓഷ്യൻ രാധയുടെ തന്നെ ശരീരത്തിലെ കയറ്റങ്ങളും ഇറക്കങ്ങളും ആണെങ്കിൽ, ഉമർത്തി മേഘ ഘട്ടായി ഉസ്കി അൽക്കേ ഹെ, ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ മേഘങ്ങൾ രാധയുടെ തന്നെ കേശമാണെങ്കിൽ, അൽക്കേന്ന് വെച്ച് കഴിഞ്ഞാൽ മുടി എന്നാണ്, കേശം. പശ്ചിം കി ഓർ ഝർത്തെ ഝർനെ ഉസ്കി ജംഗായി ഹെ, വെസ്റ്റേൺ ഡയറക്ഷനിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ അരുവികളൊക്കെ രാധയുടെ ജംഗായി എന്ന് വെച്ചാൽ thais ആണ്, തുടകളാണെങ്കിൽ. രാത് ഉസ്കി പ്രഗാഢ, ദിൻ ഉസ്കി ഹസി, രാത്രി രാധയുടേതായ പ്രഗാഢ എന്ന് വെച്ചാൽ പ്രഗാഢമായ മലയാളത്തിൽ ഉദ്ദേശിക്കുന്ന അർത്ഥം തന്നെയാണ്. പ്രഗാഢതയും അതുപോലെ തന്നെ ദിവസം രാധയുടെ പുഞ്ചിരിയും. ഫൂൽ ഉസ്കാ സ്പർശ് ഓർ ഹരിയാലി ഉസ്കാ ആലിംഗൻ ഹെ, ഈ പൂക്കൾ രാധയുടെ സ്പർശവും ഈ പച്ചപ്പ് രാധയുടെ ആലിംഗനവുമാണെങ്കിൽ, तो कनु यह तो बताना कि कभी कभी उसे भय क्यों लगता है. അപ്പൊ രാധ കനുവിനോട് ചോദിക്കുകയാണ്, ഈ പറഞ്ഞ സംഭവങ്ങൾ ഈ പ്രകൃതിയിലും ഈ ലോകത്തിലും കാണുന്ന എല്ലാ കാര്യങ്ങളും രാധയുടെ തന്നെയാണ്, കൃഷ്ണന് വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ കൂടിയും ചിലപ്പോഴൊക്കെ രാധയ്ക്ക് എന്തുകൊണ്ടാണ് ഭയം തോന്നുന്നത് എന്ന് ചോദിക്കുകയാണ്. അക്സർ രാധ ने आकाश गंगा के सुनसान किनारों पर खड़े होकर अथाह शून्य में अनंत प्रदीप्त सूर्यों को कोहरे की गुफाओं में पंख टूटे जुगनुओं की तरह रेंगते देखा है. അപ്പം രാധ ഇടയ്ക്കിടയ്ക്ക് ആകാശ് ഗംഗ, ഗാലക്സിയിലെ സുൻസാൻ കിനാറും ഉപ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സൈലന്റ് ആയിട്ടുള്ള വിജനമായിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നിട്ട് പലപ്പോഴും അഥാഹ ശൂന്യമേ, ഡീപ്പായിട്ടുള്ള ഒരു ശൂന്യതയിൽ, അനന്ത പ്രദീപ്ത സൂര്യോക്കോ കൊഹരെ കി ഗുഫാവോ മേ പങ്ക് ടൂട്ടെ ജുഗ്നുവോ കി തര റേങ്തെ ദേഖാ ഹെ. അപ്പം അങ്ങനെയുള്ള സമയത്ത് ഒരുപാട് പ്രദീപ്തമായ സൂര്യന്മാരെ കൊഹരെ കി ഗുഫാവോ മേ, മഞ്ഞിന്റെ ഗുഹകളിലേക്ക്, പങ്ക് ടൂട്ടെ ജുഗ്നുവോ കി തര, ചിറകൊടിഞ്ഞ, ജുഗ്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഫയർ ഫ്ലൈസ് ആണ്, മിന്നാമിന്നികളെ പോലെ ഇങ്ങനെ എഴഞ്ഞ് വലിഞ്ഞ് നീങ്ങുന്നത് കണ്ടിട്ടുണ്ട്. റേങ്കിന എന്ന് വെച്ചാൽ ഇങ്ങനെ എഴഞ്ഞ് നീങ്ങുക എന്നുള്ളതാണ്. तो രാധ ഭയഭീത് ഹോക്കർ ലോട്ട് ആത്തി थी. ഇതൊക്കെ കണ്ടപ്പോഴ് രാധ ഗാലക്സിയിൽ നിന്നും ഇങ്ങനെ പേടിച്ചിട്ട് തിരിച്ചു വരുമായിരുന്നു. तो राधा पूछती है कि जब यह आकाश गंगा उसकी ही मांग है तो इसके अज्ञात रहस्य उसे डराते क्यों है. അപ്പൊ രാധ ചോദിക്കുകയാണ്, ഈ ആകാശ് ഗംഗ അഥവാ ഈ ഗാലക്സി എന്ന് പറയുന്നത് രാധയുടെ തന്നെ മാങ്കാണ്. മാങ്ക എന്താണെന്ന് നമ്മൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞതാണ്. ഈ രാധയുടെ തന്നെ മാങ്കാണ് ആകാശ് ഗംഗ എന്നുണ്ടെങ്കിൽ അതിന്റെ രഹസ്യങ്ങൾ, അതിന്റെ അജ്ഞാതമായ രഹസ്യങ്ങൾ എന്തുകൊണ്ടാണ് രാധയെ പേടിപ്പെടുത്തുന്നത്? രാധാനെ അക്സർ ചന്ദ്രലോക के दुर्लभ घाटियों में अज्ञात दिशाओं से उड़कर आने वाले धूम्र पुंजों को टकराते और अग्निवर्णी कर्कापात से वज्र की
चट्टानों को घायल फूल की तरह बिखरते देखा है. അപ്പോൾ രാധ ഒരുപാട് പ്രാവശ്യം ചന്ദ്രലോകത്തിലെ ദുർലഭ്യ ഘാട്ടിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോസ് ചെയ്യാൻ പറ്റാത്ത വാലീസ്, അവിടെ നിന്നും അജ്ഞാത ദിശാവുസെ, നമുക്ക് ഏത് ഡയറക്ഷനിൽ നിന്നാണ് വരിക എന്ന് അറിയ പോലും ഇല്ല, അങ്ങനെ പല ഡയറക്ഷനിൽ നിന്ന് വരുന്ന ഈ മീറ്റിയോർസും അങ്ങനെ ഉള്ള സ്പേഷ്യൽ ബോഡീസ് ഇതെല്ലാം തന്നെ പലതവണ പാറകളിലൊക്കെ അടിച്ച് ആലിപ്പഴം പോലെ വീഴുന്നത് കണ്ടിട്ടുണ്ട്. തബ് രാധ ഭയഭീത് ഹോക്കർ ലോട്ട് ആയി ഹെ. അപ്പോൾ രാധ പലപ്പോഴും ഇതെല്ലാം കണ്ടിട്ട് പേടിച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. तो राधा पूछती है कि क्या चंद्रमा उसके ही माथे का सौभाग्य बिंदु नहीं है. അപ്പൊ രാധ ചോദിക്കുന്നത് ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് എന്റെ തന്നെ നെറ്റിയിലെ സൗഭാഗ്യ ബിന്ദു അല്ലേ, പിന്നെ എന്താണ്? രാധയ്ക്ക് അതൊക്കെ കാണുമ്പോൾ പേടിയാവുന്നത്. राधा पूछती है कि अगर इस सृष्टि के सारे रहस्य उसके हैं और वह ही कनु का संकल्प और इच्छा है, और इस सृष्टि में अगर राधा के अलावा कोई है तो वह कनु है, तो उसे डर क्यों लगता है. അപ്പൊ രാധാകൃഷ്ണനോട് വീണ്ടും ചോദിക്കുകയാണ്, ഈ സൃഷ്ടിയും ഇതിലെ രഹസ്യങ്ങളും എല്ലാം രാധയുടേതാണ്, പിന്നെ രാധയും ഈ സൃഷ്ടിയും തന്നെ കനുവിന്റെ സങ്കല്പവും അതുപോലെ തന്നെ കനുവിന്റെ ഇച്ഛയിൽ നിന്നും ഉണ്ടായതാണ്. ഈ ഒരു ലോകത്തില് രാധയല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് കൃഷ്ണൻ മാത്രമാണ്. പിന്നെ ഈ ലോകത്ത് എന്തുകൊണ്ടാണ് രാധയ്ക്ക് പേടിയാകുന്നത്, ഭയം തോന്നുന്നത്? राधा पूछती है कि अगर चंद्रमा उसके ही उंगलियों के पोरों की छाप है और उसके इशारे पर घटता और बढ़ता है, यह आकाश गंगा उसके ही केश विन्यास की शोभा है और उसके एक इंगित पर उसके अनंत ब्रह्मांड अपनी दिशा बदल सकते हैं, तो उसे डर किससे लगता है. രാധ വീണ്ടും ചോദിക്കുകയാണ്, ഈ ചന്ദ്രൻ എന്ന് പറയുന്നത് എന്റെ തന്നെ ഉംഗ്ലിയോക്കെ പോർന്ന് വെച്ച് കഴിഞ്ഞാല് വിരലുകളുടെ ബാക്ക് ഭാഗം, ജോയിന്റ് കാണുന്ന ഭാഗം, അതല്ലേ, അതിനെയാണ് ഉംഗ്ലിയോക്ക പോർ എന്ന് പറയുന്നത്. അപ്പം അതുപോലെ രാധ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാല് രാധാക്ക് ഇഷാരെ പറഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ഒറ്റൊരു ഡയറക്ഷൻ, ഒരു സൈൻ കാണിക്കുക ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാറുകയും കുറയുകയും കൂടുകയും ചെയ്യുന്ന ഒന്നല്ലേ ഈ ചന്ദ്രൻ. അതുപോലെ തന്നെ ഈ ആകാശ് ഗംഗ ഉസ്കെ ഹി കേശ് വിന്യാസ്, ഈ ഗാലക്സി എന്ന് പറയുന്നത് രാധയുടെ തന്നെ കേശ് വിന്യാസിന്റെ ശോഭയാണ്, അതായത് രാധയുടെ കേശങ്ങളുടെ ശോഭയാണ് ഈ ഗാലക്സി എന്ന് പറയുന്നത്. ഇതുപോലെ രാധ ഒരു ജസ്റ്റർ കാണിച്ചു കഴിഞ്ഞാൽ, ഒരു ഹിന്റ് കൊടുത്തു കഴിഞ്ഞാൽ അനന്ത ബ്രഹ്മാണ്ട് അപ്നി ദിശ ബദൽ സക്തെ ഹെ, ഇത് ഈ ഗാലക്സിയിലുള്ള ഒരുപാട് പ്ലാനറ്റ്സിന്റെ ഡയറക്ഷൻ മാറ്റാൻ പോലും രാധയ്ക്ക് കഴിയും. എന്നിട്ട് പിന്നെ ഇത്രയും പവർ ഉണ്ടായിട്ടും രാധയ്ക്ക് എന്തുകൊണ്ടാണ് പേടി തോന്നുന്നത് എന്നാണ് കൃഷ്ണനോട് ചോദിക്കുന്നത്. രാധ പൂछती है कि आखिर यह भय कहां से आता है जो उसके पूरे तन पर कोहरे की तरह फन फैलाकर गुंजलक बांध कर ബാഡ് ജാത്ത ഹെ. അപ്പൊ രാധ ചോദിക്കുകയാണ്, ഈ ഭയം എവിടെ നിന്നാണ് വരുന്നത്? എന്നെ ചുറ്റിപ്പിണഞ്ഞ് ഗുഞ്ചലക് ബാന്ധന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഈ പാമ്പ് വന്ന് ചുറ്റി വരിയുന്നത് പോലെ രാധയെ എങ്ങനെ ബന്ധിക്കുന്ന ഈ ഭയം എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് രാധ ചോദിക്കുന്നത്. ഉദ്ധാം ക്രീഡാ കി വേള മേ ഭയ കാ ജാൽ കിസ്നെ ഫേക്കാ ഹെ. അപ്പം ഇങ്ങനെ ക്രീഡ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു ഭയത്തിന്റെ ജാൽ എന്ന് വെച്ചാൽ ഒരു വല, ഇതാരാണ് എറിഞ്ഞത്? യഹി രാധ കാ പ്രശ്ന ഹെ, ഇതാണ് രാധയുടെ ക്വസ്റ്റ്യൻ. രാധ ഉസ് ജാൽ മേ ഫസ്കർ ശീതൽ ചട്ടാനോ പർ നിർവസന ജൽപരി കി തര ചട്പട്ടാ രഹി ഹെ. അപ്പം രാധയാണെങ്കിൽ ഈ ഒരു വലയിൽ കുടുങ്ങി കിടക്കുകയാണ്. അതിനെ എന്തിനോടാണ് ഉപമിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് ചട്ടാൻ, ഈ പാറകളിലെ നിർവസന ജൽപരി കി തര എന്ന് വെച്ച് കഴിഞ്ഞാല് വസ്ത്രങ്ങളൊന്നും ഇല്ലാതെ നീക്ഡായിട്ടുള്ള ഒരു ജൽപരി, ഒരു മത്സ്യകന്യകയെ പോലെ ചട്പട്ടാ രഹി എന്ന് വെച്ചാൽ ഇങ്ങനെ പിടയുകയാണ് എന്നാണ് പറയുന്നത്. ഉസ്കെ ഭീഗെ കേശോ മേ സീവാർ ലിപ്റ്റാ ഹെ ഓർ ഉസ്കെ ഹാത്തോ സെ പുഖ്രാജ് ഓർ പന്നെ ചിട്ടക് ഗയേ ഹെ. രാധേനൊരു മത്സ്യകന്യകയോടാണ് ഉപമിക്കുന്നത്. അപ്പം രാധയുടെ കേശങ്ങളിലെ സീവാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പായല്, ഈ ആൽഗയൊക്കെ ഇങ്ങനെ ചുറ്റിക്കിടക്കുകയാണ്. പിന്നെ രാധയുടെ കയ്യിൽ നിന്നും പുഖ്രാജ് ഓർ പന്നെ എന്ന് പറഞ്ഞാൽ രത്നങ്ങളാണ്, അതെല്ലാം പൊഴിഞ്ഞു പോയിരിക്കുന്നു. അവ ഭയഭീത് ഹെ, ഇപ്പൊ രാധ പേടിച്ചിരിക്കുകയാണ്. आखिर में राधा कनु से पूछती है कि अगर यह निखिल सृष्टि उसका ही लीलातन है कनु के आस्वादन के लिए, तो यह जो भयभीत छायातन है वह किसका है? അപ്പം ലാസ്റ്റ് ആഖിർ മേ എന്ന് പറയുമ്പോൾ എന്താണ്, അവസാനം രാധ കനുവിനോട് ചോദിക്കുകയാണ്, കൃഷ്ണനോട് ചോദിക്കുകയാണ്, ഈ സൃഷ്ടി, ഈ നിഖിൽ സൃഷ്ടി എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ ഈ ലോകം
രാധ തന്നെയാണ്, രാധയുടെ ശരീരം തന്നെയാണെങ്കിൽ, കനുവിന്റെ ആസ്വാദനത്തിന് വേണ്ടിയിട്ടുള്ള രാധയുടെ ശരീരം തന്നെയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഈ പേടിച്ച് വിറച്ചിരിക്കുന്ന ഛായാതൻ, ഒരു നിഴല് പോലെയുള്ള ആ ഒരു ശരീരം ആരുടേതാണ്? ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.